ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരി പെരി മന്തിയാണ്. സോ പെരി പെരി മന്തിയുടെ ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ ഞാനിപ്പം ഒരു 30 മിനിറ്റോളം ഇളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച നമ്മളുടെ ഉണക്കമുളക്, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ നീരാണ് കേട്ടോ. നാരങ്ങ നീര് നമ്മൾ ഒരു വലിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ 2 നാരങ്ങ അല്ലെങ്കിൽ 1.5 നാരങ്ങ ചെറുതൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ ആക്ച്വലി ആദ്യം ഒരു നാരങ്ങ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ജാറ് ചെറുതായതുകൊണ്ട് ജാറൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇത്തിരി കൂടി വലിയ ജാറിലേക്ക് മാറ്റിയത് കൊണ്ടിട്ട് ഞാനൊരു അരമുറി നാരങ്ങയും കൂടി ഒന്ന് സ്ക്വീസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പരമാവധി നിങ്ങൾ നാരങ്ങ സ്ക്വീസ് ചെയ്യുമ്പോൾ കുരു ഒന്നും പെടാതെ സ്ക്വീസറിൽ വെച്ച് സ്ക്വീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കുരുവോ കാര്യങ്ങളോ ഒന്നും ആ ഒരു മിക്സിലേക്ക് വീഴില്ല. ഇപ്പം ഞാൻ സ്ക്വീസർ നോക്കിയിട്ട് കാണുന്നില്ലായിരുന്നു. അപ്പം അതുകൊണ്ടിട്ടാണ് എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ എല്ലാം ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതാണെങ്കിലും ഈ പരിപാടികളെല്ലാം ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഒറ്റയ്ക്കായിരുന്നു. വേറെ ആരും സഹായത്തിന് വീട്ടിൽ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് അതൊന്നും തപ്പി നടക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ തന്നെത്താനെ ചെയ്തത്. അപ്പം കുറച്ച് കുരുക്കളോ കാര്യങ്ങളൊക്കെ അതിലേക്ക് തന്നെ വീണിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നെടുത്ത് മാറ്റുന്നുണ്ട്, കാരണം കുരു ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് കുരുവൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. അതിന് ശേഷം ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ പിന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഒലിവ് ഓയിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ എടുത്തു എന്നേ ഉള്ളൂ. ഒലിവ് ഓയിൽ ഉള്ളവർ ഒലിവ് ഓയിൽ തന്നെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഒലിവ് ഓയിലിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. ഞാനൊരു കൈക്കണക്കിനാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെ വേറൊരു ചേച്ചിയുടെ റെസിപ്പി കണ്ടിട്ടാണ്. സോ ഞാൻ വെരി ഫസ്റ്റ് ടൈമാണ് ഞാൻ മന്തി ഉണ്ടാക്കുന്നത്. ബിരിയാണി, ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണെങ്കിലും മന്തി ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളകും സാധാ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും കുറച്ചുകൂടി അധികം ഇടാം. നമുക്ക് അധികം മുളക് ഇവിടെ പറ്റാത്തതുകൊണ്ട്, എരിവ് ഇവിടെ പറ്റാത്തത് കൊണ്ടിട്ടാണ് ഞാൻ അധികം ഇടാത്തത്. പിന്നെ ഞങ്ങളുടെ എരിവനുസരിച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. കുറച്ച് ക്ലിപ്പ് ഇതിൽ വിട്ടു പോയിട്ടുണ്ട്. ഉപ്പും കാര്യങ്ങളെല്ലാം ഞാൻ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനിലേക്ക് ഇതെല്ലാം ഒന്ന് പുരട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ മിനിമം ഒരു 1 hour എങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു 4 hours ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് മിക്സ് ഞാനെടുത്ത് സോസ് ഞാനെടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നെയ്യും ഓയിലും കൂടി ഇട്ടിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മളുടെ ബേ ലീവ്സ്, പട്ട, കറാമ്പൂ, അതുപോലെ തന്നെ ഏലക്ക, പിന്നെ ചോപ്പ് ചെയ്ത ഗാർലിക്, ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട്. ഗാർലിക്കൊക്കെ ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ചോപ്പ് ചെയ്ത ഒനിയനും കൂടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച നമ്മളുടെ ആ ഒരു പെരി പെരി സോസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മളുടെ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 30 മിനിറ്റോളം ഞാൻ ബസ്മതി റൈസും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മിക്സ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അതൊന്ന് ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് യോജിച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കുമാണ് നമ്മളിതിലേക്ക് റൈസ് ഇടേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനിതിൽ എടുക്കാൻ വിട്ടുപോയൊരു ക്ലിപ്പ് എന്ന് പറയുന്നത് ചാർക്കോൾ ഇടുന്നതായിരുന്നു. അതായത് നമ്മൾ ചാർക്കോൾ ഏറ്റവും അവസാനമാണ് ചെയ്യുന്നത്. നമ്മളുടെ അരിയൊക്കെ വെന്ത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ചാർക്കോൾ ഒരു 3-4 എടുക്കുക. എന്നിട്ട് നമ്മളുടെ ഗ്യാസിൽ തന്നെ വെച്ചിട്ട്, അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നമ്മളുടെ ഈ ഒരു ചിക്കന് കൂടി ആ ഒരു മന്തിയുടെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സ്ഥലം മാറ്റി വെച്ചിട്ട് ആ സ്ഥലത്തേക്ക് ആ പാത്രം, ചാർക്കോൾ വെച്ച പാത്രം ഒന്ന് ഇറക്കി കൊടുത്തിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു ഓയിൽ അതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ തന്നെ പുക വരും. പുക വരുമ്പോഴത്തേക്കും അപ്പോൾ പുക പുറത്തേക്ക് പോവാതെ തന്നെ നമ്മൾ അടച്ച് വെക്കണം കേട്ടോ. അത് ഞാനൊന്ന് ആ ഒരു ക്ലിപ്പ് ഇതിലെടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അത് ഏറ്റവും അവസാനത്തെ ഒരു ക്ലിപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച നമ്മളുടെ ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ വെള്ളം ഒഴിക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിൽ വെള്ളം എടുത്തേക്കുന്നതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ വെള്ളം എടുത്തേക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ അരി ഒന്ന് ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനിഷ്യലി ചെയ്യുന്നൊരു കാര്യം. സോ നന്നായിട്ട്
ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എനിക്കിപ്പോൾ ഒറ്റ കൈ കൊണ്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാനത് ചെയ്തു. സോ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിടുമ്പോൾ മാഗി ക്യൂബൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ടത്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇടുക, കാരണം നമ്മളുടെ സോസിലും ഉപ്പുണ്ട്, മാഗി ക്യൂബിലും അത്യാവശ്യം കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ടാൽ മതിയാവും കേട്ടോ. അപ്പം ഇതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു മാഗി ക്യൂബ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒരു ക്യൂബ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉപ്പും ഇട്ട് കൊടുത്തു, ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഗി ക്യൂബ്, ഉണക്ക നാരങ്ങ, ഇതിനൊക്കെയാണ് നമ്മളുടെ ഒരു മന്തിയുടെ ടേസ്റ്റ് തരാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ പച്ചമുളക് വെക്കാന്നുള്ളതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2-3 പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ കുത്തി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനതും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഇല്ലയെന്ന് തോന്നുന്നു, ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉപ്പും മാഗി ക്യൂബും ഉണക്ക നാരങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ആണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ റേഷ്യോ കറക്റ്റ് ആവാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. വെള്ളം തിളപ്പിച്ച വെള്ളമായിരിക്കണം എടുക്കേണ്ടത്, അതായത് തിളച്ച വെള്ളമായിരിക്കണം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിൽ കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിരുന്നു കേട്ടോ, എൻ്റെ വെള്ളമൊക്കെ ഞാൻ എടുത്തതൊക്കെ കറക്റ്റായിരുന്നു. ആ ഒരു 12-15 മിനിറ്റോളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വരും. പരസ്പരം ഇങ്ങനെ അരി ഒട്ടി പിടിക്കുകയോ പശപ്പ് വരുമോ അങ്ങനെ ഒന്നുമില്ല. കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. സെപ്പറേറ്റ് എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണമെന്നില്ല. കണ്ടോ, മുളക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. സോ അങ്ങനെ നമ്മളുടെ സൂപ്പർ മന്തി റെഡി ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.